ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വാസ് ഓർ വേറിനെ കുറിച്ചാണ്. നമ്മൾ ഈസമാറിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈസമാർ എഴുതാൻ പഠിച്ചത്. എന്നാൽ വാസ് ഓർ വേർ നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ ആയിരുന്നു എന്നർത്ഥത്തിലാണ്. മലയാളത്തിൽ ആയിരുന്നു എന്നർത്ഥത്തിലാണ് വാസ് ഓർ വേർ പഠിക്കുന്നത്. എവിടെയാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആയിരുന്നു എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് അല്ലേ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ആണെന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ്. അപ്പോൾ വാസ് ഓർ വേർ മലയാളത്തിൽ ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏത് ടെൻസിലാണ്? പാസ്റ്റ് ടെൻസിൽ. സെന്റൻസുകൾ നോക്കാം. സെന്റൻസുകൾ നോക്കിയേ. അവൻ ടയേർഡ് ആണ്. അവൻ ടയേർഡ് ആണ്. ആണ് എന്ന് പറയുന്നത് നമുക്ക് ഈസമാറിൽ ഉപയോഗിക്കാം അല്ലേ? അവൻ, ഹി. അപ്പോൾ ഈസ് ടയേർഡ്. ഹി ഈസ് ടയേർഡ്. ഇനി ഇന്നലെ രാത്രി അവൻ ടയേർഡ് ആയിരുന്നു. ഇന്നലെ രാത്രി അവൻ ടയേർഡ് ആയിരുന്നു. നോക്കിയേ, ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഇന്നലെ രാത്രി അവൻ ടയേർഡ് ആയിരുന്നു. ഹി വാസ് ടയേർഡ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ നൈറ്റ്. ഇന്നലെ രാത്രി എന്നതിന് യെസ്റ്റർഡേ നൈറ്റ്. യെസ്റ്റർഡേ എന്ന് മാത്രമല്ല ലാസ്റ്റ് ഡേ എന്നൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഹി വാസ് ടയേർഡ് യെസ്റ്റർഡേ നൈറ്റ്. ഇന്നലെ രാത്രി അവൻ ടയേർഡ് ആയിരുന്നു. അപ്പോൾ പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ആണ് എന്ന അർത്ഥത്തിൽ പ്രസന്റ് ഉപയോഗിക്കാം. ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് പാസ്റ്റ് ടെൻസിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി അവൻ ടയേർഡ് ആയിരുന്നു എന്നതിന് പാസ്റ്റിൽ നമ്മൾ വാസ ഉപയോഗിച്ചത്. അപ്പൊ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാമെന്ന്. എങ്ങനെ രണ്ട് വേർഡും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്? ഇനി ആ വ്യത്യാസം പഠിക്കാം. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ഓർ ഐ അതെല്ലാം ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അവിടെ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതർത്ഥത്തില്? ആയിരുന്നു എന്ന അർത്ഥത്തില് സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, ഐ അതെല്ലാം ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ വന്നാൽ അവിടെ നമ്മൾ വാസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഹി വാസ്, ഷീ വാസ്. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേരല്ലേ, ഒരാളായിട്ട് വരുന്ന പേരുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാഹുൽ വാസ്. ഇത്തരത്തില് സബ്ജക്റ്റ് സിംഗുലർ ആയി വരുമ്പോൾ ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഏതൊക്കെയാ പ്ലൂറൽ സബ്ജക്റ്റ്? വി, യു, ദേ. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗൺ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേറാണ്. ഞാൻ ഒന്നുകൂടി പറയാം. പ്ലൂറൽ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗൺ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോഴോ ആയിരുന്നു എന്ന അർത്ഥത്തിൽ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേറാണ്. എങ്ങനെ എഴുതാം? we were, they were. പ്ലൂറൽ നൗൺ എന്ന് പറയുമ്പോൾ നൗണിൽ ഒന്നിലധികം ആളുകളോ ആനിമൽസോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ എന്ത് വേണമെങ്കിലും ആവാം. my friends were, my friends were. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗുലർ നൗണിന്റെ കൂടെ നമ്മൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസ് ഉപയോഗിക്കുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ പ്ലൂറൽ നൗണിന്റെ കൂടെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ വേർ ഉപയോഗിക്കുന്നു. ഏത് ടെൻസില്? പാസ്റ്റ് ടെൻസില്. ഇനി എക്സാമ്പിൾസ് നോക്കാം. നീ ഇന്നലെ ലേറ്റ് ആയിരുന്നു. നീ ഇന്നലെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആയിരുന്നു എന്നാവുമ്പോൾ നമുക്കറിയാം വാസ് ഓർ വേർ ആണ് ഉപയോഗിക്കേണ്ടത്. നീ എന്നതിന് നമുക്ക് യു ഉപയോഗിക്കാം. യു ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ ആയിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേർ ആണ്. യു വർ ലേറ്റ്.
ഇന്നലെ എന്നതിന് yesterday. You were late yesterday. അപ്പോൾ നീ ഇന്നലെ ലേറ്റ് ആയിരുന്നു. You were late yesterday. ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഹിയോ ഷിയോ എന്നല്ല, ആ ബുക്ക് എന്നാണ്. അപ്പൊ നമുക്ക് എഴുതാം ദ ബുക്ക്. അപ്പൊ സിംഗുലർ നൗൺ ആണ്, ഒരു ബുക്കേ ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ്. ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ്. ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ്. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. എങ്ങനെ എഴുതാം? മൈ മോം വാസ് എ ടീച്ചർ. വാസ് എ ടീച്ചർ. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുള്ള അല്ലേ, അതുകൊണ്ട് ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസ് എ ടീച്ചർ. മൈ മോം വാസ് എ ടീച്ചർ. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. എങ്ങനെ എഴുതാം? ഞങ്ങൾ എന്നതിന് വി എന്ന് എഴുതാം. അപ്പോൾ ആയിരുന്നു എന്നതിന് വി വർ ഫ്രണ്ട്സ്. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. വി വർ ഫ്രണ്ട്സ്. ഇനി നോക്കിയേ, ആയിരുന്നു എന്ന അർത്ഥത്തിന് വാസ് ഓർ വെർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആയിരുന്നില്ല, ആയിരുന്നില്ല എന്ന അർത്ഥത്തിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വാസ് ഓർ വെറിന്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. ആയിരുന്നു എന്ന അർത്ഥത്തിന് വാസ് ഓർ വെർ ഉപയോഗിക്കാമെങ്കിൽ ആയിരുന്നില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് വാസ് ഓർ വെറിന് ശേഷം നോട്ട് ചേർത്താൽ മതി. എക്സാമ്പിൾ നോക്കാം. അവർ സുഹൃത്തുക്കളായിരുന്നില്ല. എങ്ങനെ എഴുതാം? അവർ എന്നതിന് ദേ. ആയിരുന്നില്ല എന്നതിന് നമ്മൾ വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം നോട്ട് ചേർത്താൽ മതി അല്ലെ. ഇവിടെ ദേക്ക് ശേഷം നമ്മൾ എഴുതുന്നത് വേറാണ്. അപ്പൊ വേറിന് ശേഷം നോട്ട് എഴുതുമ്പോൾ വേറിന്റ്. ദേ വേറിന്റ് ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളായിരുന്നില്ല. ദേ വേറിന്റ് ഫ്രണ്ട്സ്. ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. എങ്ങനെ എഴുതാം? ദ ബുക്ക് അല്ലെങ്കിൽ ദാറ്റ് ബുക്ക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ദ ബുക്ക് വാസന്റ്. ബുക്ക് എന്നത് ഒരെണ്ണുള്ളൂ, അതുകൊണ്ട് വാസ് എഴുതി. വാസ് പ്ലസ് നോട്ട് വാസന്റ്. ദ ബുക്ക് വാസന്റ് ഇൻട്രസ്റ്റിംഗ്. ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. ദ ബുക്ക് വാസന്റ് ഇൻട്രസ്റ്റിംഗ്. ഇനി ഈ സെന്റൻസുകൾ നോക്കിയേ. അവർ ഹാപ്പി ആയിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ആണല്ലേ. അവർ ഹാപ്പി ആയിരുന്നു. മുൻപേ പഠിച്ചിട്ടുണ്ട്. ചോദ്യം ആക്കണമെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബ് നമുക്ക് ആദ്യം എഴുതിയാൽ മതി. സബ്ജക്റ്റിൽ അവർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതുന്നത് വേറാണ്. വേർ ദേ ഹാപ്പി. അവർ ഹാപ്പി ആയിരുന്നു. വേർ ദേ ഹാപ്പി. ഈസി ആണല്ലേ ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് ആ ഹെൽപ്പിംഗ് വെർബ് ആദ്യം തന്നെ എഴുതിയാൽ മതി. അടുത്തത് പുറത്ത് തണുപ്പായിരുന്നു. പുറത്ത് തണുപ്പായിരുന്നു. എങ്ങനെ എഴുതാം? വാസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്. വാസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്. പുറത്ത് തണുപ്പായിരുന്നു. വാസ് ഇറ്റ് കോൾഡ് ഔട്ട്സൈഡ്. അപ്പൊ നമ്മള് ആയിരുന്നു എന്ന് എഴുതാൻ പഠിച്ചു, ആയിരുന്നില്ല എന്ന് പഠിച്ചു, ആയിരുന്നോ എന്ന് ചോദിക്കാനും പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാസ് ഓർ വെറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു യൂസ് ആണ്. ആദ്യം നമ്മൾ ആയിരുന്നു എന്ന് എഴുതാൻ പഠിച്ചു, പിന്നെ ആയിരുന്നില്ല, ആയിരുന്നു. ഇനി വാസ് ഓർ വെറിന് ശേഷം, വാസ് ഓർ വെറിന് ശേഷം ഏതെങ്കിലും ഒരു വെർബിന്റെ ING ഫോം ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയാം. വാസ് ഓർ വെറിന് ശേഷം ഏതെങ്കിലും ഒരു വെർബിന്റെ ING ഫോം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുകയായിരുന്നു എന്നർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. സെന്റൻസുകൾ നോക്കാം. അവൾ പാർട്ടിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു. അവൾ പാർട്ടിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു. എങ്ങനെ എഴുതാം? ഷീ വാസ് ഡാൻസിങ് at the party. She was dancing at the party. അവൾ പാർട്ടിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ഇവിടെ നൃത്തം ചെയ്യുകയായിരുന്നു എന്ന വെർബില് ഡാൻസ് ആണ്. അതിന്റെ ING ചേർത്തപ്പോൾ ഡാൻസിങ്. അപ്പൊ എന്ത് വന്നു? വാസ് പ്ലസ് ഡാൻസിങ് എന്ന് പറയുമ്പോൾ നൃത്തം ചെയ്യുകയായിരുന്നു എന്നർത്ഥം കിട്ടി. അവൾ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അവൾ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. എങ്ങനെ എഴുതാം? ഷീ വാസ്
reading. She was reading a book. അവൾ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. She was reading a book. അപ്പോൾ was or were ശേഷം വെർബ് പ്ലസ് ing ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഈ സെന്റൻസ് നോക്കിയേ. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. എങ്ങനെ എഴുതാം? When I reached there, when I reached there, അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. She was reading the book. She was reading the book. When I reached there, she was reading the book. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ ബുക്ക് വായിക്കുകയായിരുന്നു. ഇനി ഈ സെന്റൻസ് നോക്കിയേ. ഞാൻ വിളിച്ചപ്പോൾ അവൾ കുളിക്കുകയായിരുന്നു. എങ്ങനെ എഴുതാം? When I called, when I called, അവൾ കുളിക്കുകയായിരുന്നു. She was taking a bath. She was taking a bath. ഞാൻ വിളിച്ചപ്പോൾ അവൾ കുളിക്കുകയായിരുന്നു. When I called, she was taking a bath. ഇങ്ങനെ വിളിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ, ചെന്നപ്പോൾ എന്ന അർത്ഥത്തിൽ നമുക്ക് when ഉപയോഗിക്കാം ഇവിടെ. ഈ സെന്റൻസ് കൂടി നോക്കിയേ. While I was studying, my brother was playing video game. ഇവിടെ രണ്ട് സ്ഥലത്തും was കാണാം അല്ലേ? While I was studying, my brother was playing video game. ഇതിന്റെ അർത്ഥം ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ബ്രദർ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു എന്നാണ്. അതായത് രണ്ട് ആക്ഷനും, സ്റ്റഡിയിങ്ങും പ്ലേയിങ്ങും ഒരേ സമയത്താണ് നടക്കുന്നത്. രണ്ട് ആക്ഷനും ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ while എന്ന വേർഡാണ് ഉപയോഗിച്ചത്. While I was studying, my brother was playing video game. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ബ്രദർ വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. ഇനി ഈ സെന്റൻസ് നോക്കിയേ. While they were watching TV, I was doing my homework. ഇവിടെയും രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. അവര് TV കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നത് while എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ഇതും was or were വരുന്ന എക്സാമ്പിൾസ് ആയതുകൊണ്ടാണ് ഇതിന്റെ കൂടെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ was or were കുറിച്ചുള്ളതായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.